അസ്സലാമു അലൈക്കും. ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ 9ാമത്തെ പാഠത്തിന്റെ തദ്രീബാത്താണ് നോക്കുന്നത്. തദ്രീബാത്തോളം നോക്കുന്നതിന് മുമ്പ് കൂട്ടുകാർ ഈ പാഠം നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കുക. തദ്രീബാത്തിൽ 2ാമത്തെ പ്രവർത്തനം നുജീബ്. 1ാമത്തെ ചോദ്യം, ആരാണ് അമ്പിയാക്കൾ? ഉത്തരം, മതനിയമങ്ങൾ വഹിയായി ലഭിക്കുന്നവരാണ് അമ്പിയാക്കൾ. 2ാമത്തെ ചോദ്യം, മുർസലുകൾ ആരാണ്? ഉത്തരം, മതനിയമങ്ങൾ വഹിയായി ലഭിക്കുന്നതോടൊപ്പം അവ പ്രബോധനം ചെയ്യാൻ കൽപ്പനയും ഉള്ളവരാണ് മുർസലുകൾ. 3ാമത്തെ ചോദ്യം, ഊലുൽ അസ്മ് എന്ന് പറയുന്നത് ആർക്ക്? ഉത്തരം, മുർസലുകളിൽ ശ്രേഷ്ഠരായവർക്കാണ് ഊലുൽ അസ്മുകൾ എന്ന് പറയുന്നത്. അവർ മണക്കരുത്തോടെ കൂടുതൽ ത്യാഗങ്ങൾ സഹിച്ചവരുമാണ്. 4ാമത്തെ ചോദ്യം, അംബിയ മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? ഉത്തരം, ഊലുൽ അസ്മുകൾ. 5ാമത്തെ ചോദ്യം, ഊലുൽ അസ്മിന്റെ പേരെഴുതുക. ഉത്തരം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസ നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം. 6ാമത്തെ ചോദ്യം, അംബിയ മുർസലുകൾക്ക് ജായിസായ സിഫത്ത് ഏത്? ഉത്തരം, അവരുടെ പദവിക്ക് ഹാനികരമല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവൽ അവർക്ക് ജായിസായ സിഫത്താണ്. തദ്രീബാത്തിൽ 3ാമത്തെ പ്രവർത്തനം നസിൽ. യോജിച്ചവ പരസ്പരം ചേർക്കാനുള്ളതാണ്. വലതുഭാഗത്ത് നോക്കൂ. സിദ്ഖ്, അൽ ഫതാനത്ത്, അൽ അമാനത്ത്, അത്തബ്ലീഗ്. ഇനി ഇടതുഭാഗത്ത് നോക്കൂ. വിശ്വസ്തത, പ്രബോധന പ്രവർത്തനം, സത്യസന്ധത, കൂർമ്മബുദ്ധി. ഇവിടെ നമുക്ക് അമ്പിയാക്കളുടെ വാജിബായ സിഫത്തുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥവും കൊടുത്തിരിക്കുന്നു. ഓരോന്നിനും യോജിച്ചത് ചേർക്കണം. 1. സിദ്ഖ്. ഇതിന്റെ അർത്ഥം എന്താണ്? സത്യസന്ധത. 2ാമത്തത് അൽ ഫത്താനത്ത്. അതിന്റെ അർത്ഥം എന്താണ്? കൂർമ്മബുദ്ധി. അടുത്തത് അൽ അമാനത്ത്, വിശ്വസ്തത. അത്തബ്ലീഗ്, പ്രബോധന പ്രവർത്തനം. ബാക്കിയുള്ള വർക്കുകൾ ഈ പാഠത്തിന്റെ വീഡിയോയിൽ കൂട്ടുകാർക്ക് ലഭ്യമാകും.